അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ജീവ ആൻഡ് അപർണ തോമസ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് അവര് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ, ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന, ഞാനൊരു മുഴുക്കുടിയനാ. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കമന്റ്, അതിന് അപർണ കൊടുത്ത മറുപടി ഇങ്ങനെ, അതൊക്കെ പണ്ട്. അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഓർ ക്ലീൻ ഷേവ്, ലൈക്ക് ഷേവ്ഡ് ആണോ അതോ ഹെയറി ആണോ? എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. പിന്നെ ട്രിംഡ. ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട്, അതായത് റീൽസ് ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനിയെങ്കിലും കള്ളകുമാരികളെ മനസ്സിലാക്കുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അപർണയെ കണ്ടുപിടിക്ക്, ഓൾ എത്രമാത്രമാണ് ജീവയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ജീവയെ കണ്ടുപിടിക്ക്, ഓളുടെ ഭാഗ്യമാണ് ജീവ, അല്ലെങ്കിൽ അപർണ ഓൻ്റെ ഭാഗ്യമാണ്. എന്നൊക്കെ ചിന്തിച്ചിരുന്ന പഹയന്മാരെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് 99% റീൽസ് ലൈഫ്, റിയൽ ലൈഫ് കപടമാണ്, വ്യാജമാണ്. 100% ഞാൻ യോജിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.